ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്നേഹിതി വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇതേ ഒരു ഈവനിങ് ഔട്ടിങ്ങിന് പോവാണ്ടോ. എവിടേക്കാ പോകുന്നേ? അതെ, അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. നമുക്ക് അടുത്ത് തന്നെ ബീച്ച് ഉണ്ട്. അതിന് മുന്നത്തെ നമ്മുടെ വ്ളോഗിലും വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്കിവിടെ അടുത്ത് തന്നെ അഴീക്കോട് ബീച്ച് ഉണ്ട്. അപ്പൊ നമ്മളിപ്പം കുട്ടികൾക്ക് വെക്കേഷൻ ആണല്ലോ, അവരെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകണ്ടേ. അപ്പൊ നമ്മളിത് ബീച്ചിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കിയൊക്കെ കാണാം. ടാറ്റാ. അപ്പോൾ നമ്മളിത് ഈ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തി. വരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്താണ് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും തന്നെ ഇപ്പം നമ്മൾ ഇതിലൊക്കെ ചോദിക്കുന്ന പോലെ മൗണ്ടെയിൻ ആണോ ബീച്ച് പേഴ്സൺ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഏകദേശം ബീച്ച് പേഴ്സൺസാണ്. ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വഴികളുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്തിട്ട് കയറിപ്പോകാം. നമ്മളിന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ എസ്പെഷ്യലി നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറുമ്പോൾ അവിടെ ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്നതിന് 2 വീലേഴ്സിന് 20, 3 വീലേഴ്സും 4 വീലേഴ്സും ഒക്കെ 30 റുപ്പീസൊക്കെയാണ്. അവിടെ ഒരു ചെറിയൊരു പേ ആൻഡ് പാർക്കാണ്. അപ്പം നമ്മളിത് ഈ മുസ്രീസ് അഴീക്കോട് ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. എവിടെയാ ആദ്യം വന്നിരിക്കണേ? ബീച്ചിലാണോ? ഹാപ്പി 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 പോവാ നമുക്ക്. ടാറ്റാ. ചേച്ചിയുടെ കയ്യിൽ കവർന്ന് കാണിച്ചു. ചേച്ചി നിറയെ JCB. ഇത് എന്താ കാണിക്കുന്നത്? ആദ്യം എന്താ അതി? അപ്പോൾ ഇത് ബീച്ചിലേക്ക് കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഉള്ളൊരു പാർക്കാണ്. കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തൊട്ടേ ഉണ്ട്. നമ്മളിതിന് മുന്നേ ഞാനും ഏട്ടനും കൂടെ വന്നിട്ട് ഇവിടുത്തെ ഒരു ബീച്ച് ഡേ ഔട്ട് എന്ന് പറഞ്ഞൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിൽ നമ്മൾ ഈ പാർക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മോനില്ലാതെയാണ് വന്നത്. ഞാനും ഏട്ടനും മാത്രം ചുമ്മാ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ അന്ന് മോനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കിലൊന്നും കയറിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് ഈ പാർക്കിനകത്ത് കയറി ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാൾട്ടിക്കും ആദ്യമോനും വേണ്ടിയാണ് കയറിയത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് കുട്ടികൾക്ക് 14 വയസ്സാണോ 12 വയസ്സാണോ അത്ര വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമേ അവിടെ ഫീസ് ഈടാക്കുന്നുള്ളൂ. 10 രൂപ വെച്ചിട്ട്. വലിയവർക്ക് കയറുന്നതിന് പൈസ ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. എല്ലാ ഐറ്റംസും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല സ്പേഷ്യസ് ആണ്. ഒരുപാട് ആളുകൾക്ക് അറ്റ് എ ടൈം നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ തരത്തിലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അഴീക്കോട് ബീച്ച് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. അങ്ങനെ ഒരുപാട് ഇതൊന്നും ഉണ്ടാവാറില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എപ്പോഴും ബീച്ചിൻ്റെ പരിസരമൊക്കെ ഉണ്ടാവാറുള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് വിമൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും മെൻസിനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ബാത്റൂമും നമുക്ക് ഇവിടെ വന്ന് നനഞ്ഞിട്ടൊക്കെ പോകുന്നവർക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു ബീച്ചാണ്. ആർക്കാണ് ഫാമിലി ആയിട്ടൊക്കെ വന്നാലും നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് നമുക്കങ്ങനെ പോവാം, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട്. അപ്പം നമ്മുടെ 2 കുട്ടി പട്ടാളംസും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. മാൾട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദി പാർക്ക് കണ്ടതേ ആദിയുടെ തുടക്കത്തിൽ കാണാമല്ലോ അവൻ എത്ര ഹാപ്പി ആയിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ 2 പേരും അവർക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പം എനിക്ക് ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മുതിർന്നവർക്ക് വേണ്ടി കാശ് ഈടാക്കാത്തതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കുട്ടികൾക്കാണെങ്കിലും അമിതമായിട്ടൊരു ഫീസൊന്നും ഈടാക്കുന്നില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അങ്ങനെ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അവിടെ ഒരു ഏകദേശം 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം അവർ രണ്ടുപേരും പോരുന്നതേ ഉണ്ടായിരുന്നില്ല. ഓരോന്ന് മാറി മാറി കളിക്കലും കയറലും ഒക്കെ ആയിരുന്നു.
ആദ്യമോൻ ഇപ്പം തന്നെ സ്ലൈഡ് ചെയ്യുമെങ്കിലും അമ്മയ്ക്ക് ലിച്ചുമോൾക്കൊക്കെ ഇത്തിരി പേടിയായിരുന്നു, അതിന് ഹൈറ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അവൻ്റെ കൂടെ നടന്ന് അവനെ ചെയ്യിക്കുമായിരുന്നു കേട്ടോ. ലിച്ചുമോൾ ഭയങ്കര കെയറിങ് ആണ് ആദ്യമേ. കാരണം അവൾ മാൾട്ടി ആയിരുന്നപ്പോഴും അവൾ ഇത്തിരി വലിയ കുട്ടിയാണ്. ഇപ്പോൾ ആദ്യം വന്നപ്പോഴും അവൾ വലിയ കുട്ടിയാണല്ലോ. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയാലൊക്കെ അവൾ മാക്സിമം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പം ഞാൻ കുറേയൊക്കെ ഇപ്പോൾ ആദ്യയുടെ കാര്യത്തിൽ ഫ്രീ ആവുന്നുണ്ട്. ലിച്ചു മാൾട്ടിയും അത്രയും കാര്യമായിട്ടാണ് അവനെ കൊണ്ടുനടക്കണത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളങ്ങനെ പുറത്താണെങ്കിലും വീട്ടിലാണെങ്കിലും അവരുള്ളപ്പം ഞാൻ കുറേയൊക്കെ ഫ്രീ ആണ്. അപ്പം അങ്ങനെ ചേച്ചിമാരുടെ കൂടെ അനിയൻ നടന്നോളും. അതുകൊണ്ട് നമുക്കതൊരു വലിയ ആശ്വാസം. അപ്പം അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബീച്ചിലേക്കൊക്കെ പോയിട്ടോ. അങ്ങനെ നീണ്ട നേരത്തെ പാർക്കിലെ പരിപാടികൾക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒത്തിരി ലേറ്റ് ആയിട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും. അപ്പോൾ അവിടെ സൈഡിലായിട്ട് ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറയുന്നുണ്ടായിരുന്നു ആദ്യം അതിൽ കയറണം എന്നൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ കയറാം അതിനകത്ത്. അപ്പോൾ അവിടെ രണ്ട് പേര് അതിന് വേണ്ടി ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയറി റൈഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ പിന്നെ അധികം ഫോക്കസ് ചെയ്തില്ല, നേരെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ലേറ്റായി, പിന്നെയും നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബീച്ചിലെത്തുമ്പോഴേക്കും ഏകദേശം ഇരുട്ട് വീഴും, പിന്നെ വന്നത് വെറുതെ ആയിപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ആദ്യമാണെങ്കിൽ ഇപ്പോൾ എവിടെ പോയാലും ഈ ഓട്ടമാണ് കേട്ടോ, ഒരാൾ നടക്കണം പുറകിൽ ഓടി പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവൻ ഓട്ടമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റോപ്പായി. എന്നിട്ട് നമ്മളിത് വാങ്ങിക്കുകയാണ്. എല്ലാവർക്കും ഈ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും ഓരോന്നോരോന്ന് മാങ്ങ വാങ്ങിച്ചു, നെല്ലിക്ക വാങ്ങിച്ചു. എനിക്ക് പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചു. അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചു. നമുക്ക് വിശക്കുന്നില്ലെങ്കിൽ പോലും ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഔട്ടിങ് പോകുമ്പോൾ ഇങ്ങനെ കാണുന്ന ഉപ്പിലിട്ടത്, ഐസ്ക്രീം ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ ആ ഒരു യാത്ര അല്ലെങ്കിൽ ഔട്ടിങ് പൂർത്തിയാവാത്തതുപോലെയാണ്. നമുക്ക് എന്തോ ഒരു മിസ്സിങ് തോന്നും. അപ്പോൾ ഇതൊക്കെ കണ്ട പാടെ തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. മാൾട്ടി എങ്ങനെയുണ്ടടി? എരിവേണ്ട കൊച്ചിന് കൊടുക്കാനുള്ളത് അതാ. അമ്മ തരാം. എരിവാണോ? നല്ല ഞങ്ങൾ വേണ്ട. സാരമില്ല, പോട്ടെ. ആ മാൾട്ടിയുടെ മാങ്ങ പോയി, സാരമില്ല. എന്താ ആദി എന്താ കയറ്റാ? എവിടെ കയറ്റ് ഉണ്ടോ? എന്താ അത്? അതെ, അതെങ്ങനെ വലിക്ക? നോക്ക് കാണിക്കണേ. ആദ്യം എങ്ങനെ വലിക്കുക കാണിച്ചേ. അത് നിൽക്കട്ടെ, എടുക്കണോ? അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ സമയം ആവാറായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇത്തിരി ലേറ്റായി പോയി നമ്മൾ എത്തിയപ്പോഴേക്കും. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ബീച്ചിലെ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ടൂറ് വന്ന് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതേ ചെന്നതും ആദ്യം ഭയങ്കര ഹാപ്പിയായി. മാൾട്ടി പിന്നെ പറയേണ്ട കാര്യമില്ല, ആദ്യമേ ഓടി ഇറങ്ങി. പിന്നെ ലച്ചുമോളും കൂടെ ചെന്നു. ആദ്യമൊക്കെ ഇറങ്ങണം എന്നുണ്ടായിരുന്നെങ്കിലും ആദ്യം കുറച്ച് കളിസാധനങ്ങളുമായിട്ടാണ് പോയത്. അപ്പോൾ ആദ്യയുടെ JCB ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം എടുത്താണ്.
എപ്പോഴും ഈ JCB മണ്ണ് വാരി ലോറിയിൽ ഇട്ടു എന്നും പറഞ്ഞിട്ടുള്ള കഥ പറച്ചിലാണ്. അപ്പോൾ എന്നാൽ ബീച്ചിൽ എന്തായാലും പോയി ഈ മണ്ണിലും വെള്ളത്തിലും കളിക്കാൻ പോവാണ്. അപ്പോൾ എന്നാൽ അവൻ വന്നിരുന്ന് എൻജോയ് ചെയ്തോട്ടെ എന്ന് കരുതി നമ്മൾ അവൻ്റെ JCBകളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ചേച്ചിമാർ ഇറങ്ങി കളിക്കുന്ന കണ്ടിട്ട് ആദ്യം ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, എന്നാൽ JCB അവിടെ വെച്ചിട്ട് ഇറങ്ങാനുള്ള മനസ്സുമില്ല. അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്തായാലും JCB വേണ്ട, JCB വീട്ടിൽ ചെന്നാലും കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ വെള്ളത്തിൽ തന്നെയായിരുന്നു, കയറുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ തീരെ അത്യാവശ്യം കയറി വരുന്നൊരു സമയമായതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെപ്പോഴും വന്നിട്ട് നിങ്ങൾ കയറി നിൽക്കുന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോനെ അങ്ങനെ അധികം ഇറക്കാനും നമുക്ക് പേടിയായിരുന്നു. നല്ലപോലെ തിര വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതേ മാക്സിമം എൻജോയ് ചെയ്ത് എല്ലാവരും ഭയങ്കര നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇതേ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ആദ്യം ഭയങ്കര കുറുമ്പെടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇതേ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോകണം. പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഫുഡും കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, നമ്മൾ വരുന്ന വഴിക്കൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ കയറി നമ്മൾ പൊറോട്ടയും കറിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യം എൻ്റെ കൂടെ പോന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങളിതീ പോന്നു.
మెరిసినట్టు పొట్లం కట్టిన బిర్యానీకి పొట్టు బిల్ల పెట్టినట్టు మీద సోనందిరో ఓ సందమామ సుఖదాతన శంకరొచ్చెరో లెక్క దుంకుతుంటెరో ఆ సందమామ నీ జాలి సిక్కుతుందిరో నా ఇల్లుకు మావ ഇപ്പോൾ നമ്മുടെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തത്. ബാക്കിലിരിക്കുന്ന രണ്ടുപേര് എസ്പെഷ്യലി ഇനിയൊന്നും പറയാനില്ലല്ലേ മാൾട്ടി. അതുപോലെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ.